ഹായ്! ദിവസവും പാല് വാങ്ങുന്ന പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പൂക്കളാണ് കേട്ടോ ഇത്. ഉപയോഗശൂന്യമെന്ന് നാം കരുതുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള പല ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ മിൽമ പാക്കറ്റ് കൊണ്ടുള്ള ഈ പൂക്കൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ടാലോ? അപ്പോൾ ഇതാ നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല നീറ്റാക്കിയ കവറുകൾ എടുക്കാം. നല്ല ഡ്രൈ ആയി ഇരിക്കുന്ന കവറുകളാണ് എടുക്കേണ്ടത് കേട്ടോ, ഒട്ടും നനവില്ലാത്തത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഞാനൊരു വലിയ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെറിയ ടൈപ്പ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ക്വയർ ഷേപ്പ് കുറച്ചും കൂടി സൈസ് കുറഞ്ഞത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു പാക്കറ്റിൽ നിന്ന് തന്നെ ഇത്രയും വലിയൊരു സ്ക്വയർ ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു കോൺ ഷേപ്പിൽ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആ ഒരു കോൺ ഷേപ്പ് വിട്ടെടുത്തിട്ട് അതിനെ ഒരു പോർഷൻ ഇത്രയും ഭാഗം, അതായത് ഒരു ഹാഫ് പോർഷൻ മാത്രമായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അടുത്തത് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്ത് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു 6 ഇതിലുള്ള പെറ്റൽസാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് വിടർത്തി നോക്കാം. ഇതിപ്പോൾ ഹാഫ് സൈസ് മാത്രമേ ഞാൻ വിടർത്തിയിട്ടുള്ളൂ. നമുക്കിവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് മെഴുകുതിരിയോ അല്ലെങ്കിൽ സിഗരറ്റ് ലാമ്പോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാവേ. ഓവറായിട്ട് ഹീറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പ്ലേറ്റ് ഇട്ട് കിട്ടും. അടുത്ത ആ ഒരു ജോയിൻ്റ് ആ ഒരു പോർഷനും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് വരുന്ന എല്ലാ പീസിൻ്റെ ആ ഭാഗത്തും ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ ഇതളിൻ്റെ സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനെയും കൂടി നീളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ഹീറ്റ് ചെയ്യേണ്ട, അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതളൊന്നും ചുരുണ്ട് പോവും. അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് കേട്ടോ സെൻട്രൽ പീസ് ഹീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ 2 പെറ്റലും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഫുള്ളായിട്ടും ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂവിന് നല്ലൊരു ഷേപ്പ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ടോപ്പിൽ കൂടി കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് വലിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ പൂവിന് ഒരു പ്രത്യേക ഒരു ഷേപ്പും കൂടി ഒന്ന് ആയി കിട്ടും. ഇതുപോലെ എല്ലാ ഇതളുകളിലും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെയും നമുക്ക് ഓവറായിട്ട് ഹീറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിനെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വലിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂവിൻ്റെ ഇതൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഒന്ന് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ്ങിലാക്കാനായിട്ട് ഇതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ലതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് വിടർത്തിയെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു സ്ട്രെച്ചറിൽ നമ്മുടെ പൂവിൻ്റെ ഇതൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പൂവിലേക്ക് 3 ലെയറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് സെയിം 3 പൂക്കളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതായത് ഇതുപോലെ ഒരു സൈസിന് കമ്പി എടുക്കാം. അത്യാവശ്യം നീളത്തിനുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പാലിൻ്റെ പാക്കറ്റിൻ്റെ കുറച്ച് പീസ് എടുക്കാം. ഈ കമ്പി വളച്ചതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചുറ്റിച്ച് ഒരു മുട്ടിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി ഒന്ന് നല്ല ഫിനിഷിങ്ങിനായിട്ട് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനൊരു ബേബി ഡയപ്പറിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്ലൂ ഷെയ്ഡുള്ള കവർ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ല നീറ്റായിട്ട് അതിനെ നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആയെങ്കിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് നൂലുകൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാവേ. താഴോട്ടുള്ള ആ ഒരു പോർഷനും കൂടി നൂലുകൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇവിടെ മുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഇതുപോലെ ഒരു യെല്ലോ കളറിലുള്ള കവറും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിൽ ഒരു റെഡ് കളർ പ്രിൻറ്റോട് കൂടിയ ഒരു പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനെ നമുക്കിത് ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന്
വളച്ച് നമ്മുടെ പൂവിൻ്റെ പെറ്റലൊക്കെ കട്ട് ചെയ്യുന്ന ഷേപ്പിൽ തന്നെ വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കട്ടകൾ ഉള്ളിലോട്ട് കൊടുത്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള കട്ടകളാണ് കേട്ടോ കൊടുത്തെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വിടർത്തിയെടുക്കാവേ. അപ്പോൾ ഇത് നിവർത്തിയെടുക്കുമ്പോൾ എല്ലാ ആ ഒരു പോർഷനും ഈക്വലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലൊന്ന് നമുക്ക് ആയി കിട്ടും. ഈ ഒരു ഡിസൈനും ഒരു യെല്ലോയും റെഡും കൂടെ കലർന്നൊരു കോമ്പിനേഷനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ ചെയ്ത് വച്ചിരിക്കുന്ന മുട്ടിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ഞാൻ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മളിതിനായിട്ട് ഉണ്ടാക്കുന്ന ലീഫിൽ മാത്രം ലീഫ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ഈ കമ്പിയുടെ ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കുക. ആ മുട്ടിൻ്റെ താഴെയായിട്ട് വരുന്ന ആ പോർഷൻ കൈ കൊണ്ട് പ്രസ് ചെയ്ത് ആ നൂലിൻ്റെ കെട്ടൊന്നും കാണാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് മുകളിലോട്ട് കയറ്റിയെടുക്കാം. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ടൈപ്പ് നമ്മുടെ യെല്ലോ കളറിലുള്ള കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ യെല്ലോ കളർ കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഒന്ന് 2-3 പീസ് കിറ്റ് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ നമ്മുടെ മിൽമ പാൽ കവറിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന പൂക്കൾ ഓരോന്നായിട്ട് നമ്മുടെ കമ്പിയുടെ പുറകിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണേ. വെച്ച് കൊടുക്കുമ്പോൾ ഇതളുകളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്ക് ഫൈനലി 3ാമത്തെ പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിൽമ പാൽ കവറിൻ്റെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ പാൽ പാക്കറ്റിൽ നിന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റെമ്മും കൂടി കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കിറ്റാണ് എടുത്തിരിക്കുന്നത്. കിറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കമ്പി കവർ ചെയ്ത് ചുറ്റി കൊടുക്കുന്നതിന് കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് ഹീറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പിന്മേൽ നല്ലതുപോലെ അത് ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന പാൽ കവറുകളൊക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പാൽ കവറുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ പൂക്കളൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യാനായിട്ട് ഞാനിതുപോലെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള 2 കവറുകൾ ഒന്ന് ചേർത്ത് വെച്ച് അയൺ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മുടെ ബുക്കിലോ അല്ലെങ്കിൽ തുണിയുടെ മീതെയൊക്കെ ഒന്ന് വെച്ചിട്ട് ചെറിയ മീഡിയം സൈസിൽ ഒന്ന് നമ്മുടെ അയൺ ബോക്സ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് ഉള്ള ഒരു കവറാണിത്. ഇനി നമുക്കതിനെ ലീഫിൻ്റെ സൈസിന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനിതായി ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നതിനെ ഒന്ന് വിടർത്തി നോക്കാം. ഇനി അതിന് കുറച്ചും കൂടി നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ വിടർത്തിയെടുക്കാം. ഇനി നമുക്കതിൻ്റെ നടുക്കായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ അതിലാണെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഹീറ്റ് ചെയ്ത് കൊടുക്കാവൂ. ഓവറായാൽ ഇലയുടെ ഒരു ഭംഗി പോവും. അപ്പോൾ ഇവിടെ ലീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വിടർത്തിയെടുക്കാവേ. എന്നിട്ട് നമുക്കിതിനൊരു സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒരു കമ്പി എടുക്കുക. കമ്പിയിലോട്ട് നമ്മുടെ ഗ്രീൻ കളറിലുള്ള കിറ്റിൻ്റെ പീസ് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ. ഇനി നമുക്ക് സ്റ്റെമ്മിലോട്ട് ലീഫൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലീഫിൽ ഇതുപോലെ ഗ്ലൂ ഇത്ര മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ പൂവിന് ഗ്ലൂവിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഗ്ലൂ ഇല്ലാതെ തന്നെയും പൂക്കൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ നമ്മുടെ ലീഫ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ പൂക്കളും കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 പൂക്കളുണ്ട് കേട്ടോ നമ്മൾ മൊത്തമായിട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കതിനെ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഞാൻ എല്ലാ പൂക്കളും ഒരേ ഹൈറ്റിന് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ലീഫുകളും എടുത്തേക്കുന്നത് ഒരേ ഹൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ലീഫുകളും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ലീഫുകൾ എല്ലാം ഒരേ സൈസിനുള്ളതാണ് എടുത്തേക്കുന്നത്.
ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ ഒരു ഭംഗിയായിട്ട് തോന്നുക ആ ഒരു ഭാഗത്തോട്ടൊന്ന് വളച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കിറ്റിൻ്റെ പീസും കൊണ്ട് ആ താഴത്തെ കുറച്ച് പോർഷൻ മാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കാം. അവിടെയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റും കൂടി ചെയ്ത് കൊടുത്താൽ അത് നല്ലതുപോലെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഇപ്പോൾ നമ്മുടെ പാഴാക്കി കളയുന്ന പാൽ കവർ കൊണ്ടുള്ള ഒരു ഫ്ലവർ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എന്താണെന്ന് അറിയിക്കാനും മറക്കരുത്.